നമസ്കാരം, ഗുരുക്കും സുവർസാറാണ്. നമ്മളിന്ന് പ്ലസ് ടുക്കാർക്ക് വേണ്ടിയുള്ള മാത്സിന്റെ ചാപ്റ്റേഴ്സ് വെയിറ്റേജ് ഒറ്റ നോട്ടത്തിൽ ഒറ്റ സ്ക്രീനിൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇത് നോക്കിയാൽ നമുക്ക് ഓരോ ചാപ്റ്ററിൽ നിന്നും പഠിക്കേണ്ടതിനെ കുറിച്ച് എളുപ്പം ഒരു ധാരണ കിട്ടും. ഇനി നമ്മുടെ മോഡൽ എക്സാം വരുന്നത് കൊണ്ട് എന്തെങ്കിലും ചേഞ്ച് ഉണ്ടെങ്കിൽ അത് കഴിഞ്ഞ് നമുക്ക് ഉടൻ തന്നെ അതിനെക്കുറിച്ച് കൃത്യമായിട്ട് അറിയിക്കും. ഇപ്പൊ കഴിഞ്ഞ വർഷത്തിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ചാപ്റ്റേഴ്സ് വെയിറ്റേജ് ആണ് നിങ്ങൾ കാണുന്നത്. പിന്നെ ഇത് എങ്ങനെയാണ് നമുക്ക് ഇതിനെ പഠിച്ചു തുടങ്ങേണ്ടത്, ഏത് ചാപ്റ്റർ ആണ്, എങ്ങനെ പഠിക്കണം, ചാപ്റ്റേഴ്സ് വെയിറ്റിനെ ബേസ് ചെയ്തെന്നുള്ള വീഡിയോ ഉടൻ തന്നെ വരും. ഓക്കെ, നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് വരും. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, നിങ്ങൾക്ക് എക്സാമിന് വേണ്ട ഏതൊക്കെ കാര്യങ്ങളാണ്, എങ്ങനെയൊക്കെ ചെയ്യണം എന്നൊക്കെ ഉള്ളത് നമ്മൾ കറക്റ്റ് പടിപടിയായിട്ട് മാക്സിമം നിങ്ങൾ എത്തിച്ചിരിക്കും. എല്ലാവരും നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. മാക്സിമം കുട്ടികൾക്കൊന്ന് ഷെയർ ചെയ്യാം. ഓക്കെ, പിന്നെ പ്രോബ്ലംസുകളൊക്കെ അടിപൊളി സിമ്പിൾ മെത്തേഡ്സ്. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നോക്കിക്കേ, ഫസ്റ്റ് ചാപ്റ്റർ റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ്. കുട്ടികൾക്ക് ഒരു റിലേഷനും ഇല്ല ഇപ്പോഴും, ആ ചാപ്റ്റർ ഉണ്ടെന്ന് മാത്രം അറിയാം. 7 മാർക്കാണ് കേട്ടോ. അപ്പൊ റിലേഷന്റെ ഒരു 3 മാർക്കും ഫങ്ഷൻസിന്റെ 4 മാർക്കും, അങ്ങനെ മിക്കവാറും ഡിവൈഡ് ആണ്. 2 ഇൻവേഴ്സ് ട്രിഗണോമെട്രി ഫങ്ഷൻസ് ഒത്തിരി ഒന്നും പഠിക്കാനില്ല. നമുക്ക് പ്രിൻസിപ്പൽ വാല്യൂസുകളും പിന്നെ കുറച്ച് പ്രോപ്പർട്ടീസ് ഒക്കെ വെച്ചുകൊണ്ടുള്ളത് 3 മാർക്കേ ഉള്ളൂ. നെക്സ്റ്റ് മെട്രിസസ് 7 മാർക്കാണേ. അവിടെ 2 ക്വസ്റ്റ്യൻസുകൾ വരുന്നുണ്ട്. ഒരെണ്ണം ട്രാൻസ്പോസുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഫസ്റ്റ് നമ്മുടെ ഒരെണ്ണം ലാസ്റ്റിലത്തെ എ ട്രാൻസ്പോസ്, ബി ട്രാൻസ്പോസ്, സിമെട്രിക്, എസ് ക്യൂ സിമെട്രിക്, അതെല്ലാം കൂടെ ചേർത്തുകൊണ്ടാണ് 4 മാർക്ക്. 3 മാർക്കിന്റെ വരുമ്പോൾ നമുക്ക് ആദ്യത്തെ കുറച്ച് പ്രോഡക്റ്റിന്റേതോ ഇല്ലെങ്കിൽ 2 മെട്രിക്സുകൾ ഇക്വേറ്റ് ചെയ്യുക, അങ്ങനെ കുറച്ച് ചെറിയ ചെറിയ അങ്ങനത്തെ ക്വസ്റ്റ്യൻസുകൾ, പിന്നെ ഓർഡറുമായിട്ട് ബേസ് ചെയ്യുന്ന ഒരു 1 മാർക്ക്, അങ്ങനെ എല്ലാം കൂടെ ചേർത്തായിരിക്കും ഈ 3 മാർക്കിന്റെ സംഭവം. ഓക്കെ, നെക്സ്റ്റ് ഡിറ്റർമിനൻസ്. ഓക്കെ, അത് ഇത്തിരി നമുക്ക് 6 മാർക്ക് ഉണ്ടെങ്കിലും നമുക്കതിന് ഒത്തിരി കൂടുതൽ പഠിക്കാനുള്ളതാണ്. പക്ഷെ 6 മാർക്സിന്റെ വരുന്നുണ്ട് ലാസ്റ്റ് നമ്മുടെ സോൾവ് ചെയ്യാനുള്ളത്. പക്ഷെ അത് പലർക്കും പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും എളുപ്പമെന്ന് വെച്ചുകൊണ്ടിരിക്കും. ലാസ്റ്റിൽ എക്സാമിന് എന്നിട്ട് കാലം ഉടയ്ക്കുന്ന പണി, മീൻസ് തെറ്റിച്ച് കളയും. കുറച്ചേറെ ചെയ്യാനുണ്ടല്ലോ. അപ്പൊ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് നമ്പർ മാറിയാലോ സൈൻ മാറിയാലോ ആ 6 മാർക്സ് കിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ നേരത്തെ തന്നെ നല്ല പ്രാക്ടീസ് വേണം കേട്ടോ. ഈ 6 മാർക്കും നിങ്ങളുടെ ഒന്നും മുറിയാതെ കിട്ടണമെങ്കിൽ തെറ്റിക്കുക ചെയ്തോണം. ഓക്കെ, അതാണ് ഡിറ്റർമിൻസ് ആണ്. അപ്പൊ നമുക്ക് 3, 4, 7, 6, 13 മാർക്കാണ് മെട്രിസസ് ആൻഡ് ഡിറ്റർമിൻസ് എന്നുള്ളത്. നെക്സ്റ്റ് കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻസിയേഷൻ 9 മാർക്കുണ്ട് കേട്ടോ. അത് ഇച്ചിരി വലിയതാണ്. 6 മാർക്സ് സെക്ഷനിൽ വരുന്ന ഒരെണ്ണമുണ്ട്. അപ്പൊ ഇവിടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോ ഈ ക്വസ്റ്റ്യൻ 6 മാർക്സ് ഏതാണെന്ന് അറിയാം, പക്ഷെ ഈ 6 മാർക്സ് ഏതാണെന്ന് അറിയത്തില്ല. ഓക്കെ, 3-4 ടോപ്പിക്കിൽ നിന്നും ആയിരിക്കും 2 ക്വസ്റ്റനോ 3 ക്വസ്റ്റനായിട്ടോ ഈ 6 മാർക്സ് വരുന്നത്. മിക്കവാറും 2 ക്വസ്റ്റൻ ആയിരിക്കും 3 മാർക്കിന്റെ. പക്ഷെ നമുക്കത് പല ടോപ്പിക്സ് പഠിക്കണം. അപ്പൊ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഈ 3 മാർക്ക് ഇത് തന്നെയാണ്, കണ്ടിന്യൂറ്റിക്ക് വേണ്ടി എടുത്ത് മാറ്റി വെച്ചേക്കാണ് ഈ 3 മാർക്ക് കേട്ടോ. ഇവിടെ ഇത് കണ്ടിന്യൂറ്റി, ഇത് ഡിഫറൻസിയേഷൻ. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ആപ്ലിക്കേഷൻസ് ഓഫ് ഡെറിവേറ്റീവ്സ്. ഈ ചാപ്റ്ററിന്റെ കാര്യം പറഞ്ഞ പോലെ ഇവനെ കുറിച്ചും ഒരു പിടിയില്ല. പിന്നെ ഇച്ചിരി പ്രാക്ടിക്കലൊക്കെ ചെയ്തതിന്റെ ഒരു ധാരണ ഇപ്പൊ എനിക്ക് തോന്നുന്നു കുട്ടികൾക്കുണ്ട്. അതിന്റെ പ്രയോജനം ഈ ചാപ്റ്ററിലുണ്ട്. മിക്കവാറും ആ ക്വസ്റ്റൻസ് വരുന്നതും പ്രാക്ടിക്കൽ ബേസ്ഡ് ആയിരിക്കാം കേട്ടോ. ശ്രദ്ധിച്ചിരുന്നോണം. അവിടെ നോക്കിക്കേ 3 and 4 7 മാർക്കുണ്ട്. അവിടെ നമുക്ക് 3 ടോപ്പിക്സ് പഠിക്കാനുണ്ട് കേട്ടോ. ഈ 3 ടോപ്പിക്സ് എന്നുമാണ് 7 മാർക്ക്. അത് ഏറ്റവും മാക്സിമം മിനിമം നന്നായിട്ട് പഠിച്ചോണം. ഓക്കെ, നെക്സ്റ്റ് ഇന്റഗ്രേഷൻ, മറ്റൊരു നമ്മുടെ ഹ്യൂജ് മീൻസ് വലിയൊരു ചാപ്റ്റർ ആണ്. മീൻസ് അതുപോലെ ചാപ്റ്ററും അതുപോലെ വെയിറ്റേജും കൂടുതലുണ്ട്. 3 + 6 9 ആണ്. ഇവിടെ ഈ 6 കിട്ടുക എന്ന് പറഞ്ഞാൽ പ്രശ്നമാണ്. 6നെ നമുക്ക് കണ്ടുപിടിക്കാനൊക്കെ അറിയാം, ഏകദേശം നമുക്ക് ഏതൊക്കെ ക്വസ്റ്റ്യൻ ഒക്കെ കിട്ടുമെന്നൊക്കെ അറിയാം. എന്നാലും ഇത്തിരി ബുദ്ധിമുട്ടുള്ള സംഭവമാണ് ഈ 3ഉം 6ഉം ഒക്കെ. ഇത് നമുക്ക് വരുന്നത് അവര് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡോ ഇല്ലെങ്കിൽ അങ്ങനെയുള്ള ബേസിക് കാര്യങ്ങളെ ബേസ് ചെയ്തുകൊണ്ടുള്ള 3 മാർക്സ്. ഇതെല്ലാം മെത്തേഡ്സുകളെ ബേസ് ചെയ്തുകൊണ്ടുള്ളതാണ്. ഇപ്പൊ നമുക്ക് ലീനിയർ ബൈ ക്വാഡ്രാറ്റിക് ഉണ്ടല്ലോ, ആ ടൈപ്പിലൊക്കെ വരുന്നതാണ് ഇവിടെ വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ആപ്ലിക്കേഷൻസ് ഓഫ് ഇന്റഗ്രൽസ്. എനിക്ക് തോന്നുന്നു ഇപ്പൊ കുട്ടികൾക്ക് ഒത്തിരി പഠിക്കാതെ ഒരു 4 മാർക്ക് കിട്ടും. പക്ഷെ തെറ്റിക്കുക പഠിക്കണം. പരാബോള, സർക്കിള്, എലിപ്സ്, അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ഏരിയ, അതാണ് 4 മാർക്സ്. പക്ഷെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ വളരെ മാർക്ക് കുറഞ്ഞു പോയി. 4 മാർക്ക് ഉണ്ട്. ആക്ച്വലി അതൊന്നും അത്രയല്ല വരേണ്ടത്, കാരണം ഒത്തിരി പഠിക്കാനുള്ളതാണ്, കുറെ ടോപ്പിക്സുകളുണ്ട്. പക്ഷെ ഈ 4 മാർക്സ് മോശമായി പോയി, അത്ര എനിക്ക് പറയാനുള്ളൂ. അത്രയല്ല വരേണ്ടിയിരുന്നത്. നെക്സ്റ്റ് വെക്ടേഴ്സ് കുഴപ്പമില്ല, കറക്റ്റ് ആണ്. 3 + 4 7 മാർക്സ് സ്റ്റാൻഡേർഡ് ആയിട്ട് തന്നെ ഉണ്ട്. അതുപോലെ 3D ഇപ്പം 4 മാർക്സേ ഉള്ളൂ. അപ്പൊ ഈ 60 മാറ്റിയത് കൊണ്ട്, പണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് 80 തിയറി, റിട്ടേൺ എക്സാം തന്നെ 80 ഇപ്പോഴാണത് ഈ പ്രാക്ടിക്കലും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടാണ് ഒരു 20 ഡിവൈഡ് ഒക്കെ ആയിപ്പോയി 60 മാറ്റുക. ഈ 60 മാറ്റിയപ്പോൾ തന്നെ ക്വസ്റ്റൻസിന്റെ എണ്ണം കുറഞ്ഞു. ഇപ്പൊ കുട്ടികൾക്ക് കിട്ടുന്ന ചോയ്സും കുറയുക. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കിക്കേ 3D 4 മാർക്സേ ഉള്ളൂ. 3Dക്ക് ഉള്ളിൽ നിന്നും കുറച്ച് പഠിക്കാനൊക്കെ ഉണ്ട്.
4 മാർക്സിന്റെ അല്ല ഇവിടെയും വരണത്. പിന്നെ എന്ത് ചെയ്യാൻ, അത്രേ ഉള്ളൂ. LPP എല്ലാവർക്കും അറിയാൻ വരുമെന്ന് 6 മാർക്സ് ആണ്. അപ്പൊ അതും ഇച്ചിരി പ്രോബ്ലം ആണ്. കാരണം തെറ്റിക്കാൻ ചെയ്യുന്നവർക്ക് കുഴപ്പമില്ല, അല്ലാത്തവർക്കൊക്കെ തെറ്റിക്കാൻ സാധ്യതയൊക്കെ ഉള്ളതുണ്ട്. പിന്നെ പ്രോബബിലിറ്റി, അതും ഒരു ചെറിയ പ്രോബ്ലം ഉള്ള ചാപ്റ്റർ ആണ് കേട്ടോ. അവിടെ 7 മാർക്ക് ഉണ്ട്. അത് വർഷങ്ങളായിട്ട് 7 മാർക്ക് ഇങ്ങനെ തുറന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ ഈ സെക്ഷനിൽ നമുക്ക് ഉള്ളത് 24, സെക്കൻഡ് സെക്ഷനിൽ 32, തേർഡ് സെക്ഷനിൽ 24. ഇവിടെ നമുക്ക് 24 ആണെങ്കിലും നമുക്ക് ഫസ്റ്റ് സെക്ഷനിൽ നിന്നും മാക്സിമം നമുക്ക് 18 മാർക്ക് കിട്ടത്തുള്ളൂ. മീൻസ് 2 എണ്ണം ചോയ്സ് ആണ് കേട്ടോ. ഇവിടെ 8 ക്വസ്റ്റൻസ് ഉണ്ട്, 3, 3, 6, 2, 8. ഈ 8ൽ നിങ്ങൾക്ക് 6 എണ്ണം എഴുതിയാൽ മതി. 6 എണ്ണത്തിൽ കൂടുതൽ അവർ വാല്യൂ ചെയ്യത്തില്ലെന്നല്ല, 6 എണ്ണത്തിൽ കൂടുതൽ മാർക്ക് തരത്തില്ല. 8 എണ്ണം നിങ്ങൾ എഴുതിയാൽ 8 അവർ നോക്കും. എന്നിട്ട് ഏറ്റവും മാർക്ക് കൂടുതലുള്ള 6 എണ്ണത്തിന് അവർ സെലക്ട് ചെയ്യും. ഓക്കെ, അങ്ങനെ നമുക്ക് മാക്സിമം അവിടെ നിന്ന് കിട്ടുന്നത് 18 ആണ് ഫസ്റ്റ് സെക്ഷനിൽ നിന്ന്. ഓക്കെ, ഫസ്റ്റ് സെക്ഷനിൽ നിന്ന് 18. ഇനി സെക്കൻഡ് സെക്ഷന് ഇവിടെയും 8 എണ്ണം ഉണ്ട്. 1, 2, 3, 4, 5, 6, 7, 8. 8. അവിടെ നിങ്ങൾക്ക് 32 മാർക്കിന് ചോദിച്ചാലും നിങ്ങൾക്ക് കിട്ടുന്ന അത്രയില്ല. നിങ്ങൾക്ക് 6 എണ്ണം 24 മാർക്കിന്റെ കിട്ടുള്ളൂ. ഒരു ക്വസ്റ്റിന് 4 മാർക്ക് വെച്ച് 6 എണ്ണമേ നിങ്ങൾക്ക് ഒരു നോക്കത്തുള്ളൂ, മാർക്ക് എടുത്തുള്ളൂ. അവിടെ കിട്ടാൻ പറ്റുന്നത് 24. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ലാസ്റ്റ് സെഷൻ 4 ക്വസ്റ്റ്യൻസ് ചോദിക്കും 6 മാർക്കിന്റെ. അതിനകത്ത് 3 എണ്ണമാണ് നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട്, മീൻസ് അവർ നോക്കി മാർക്ക് എടുത്തുള്ളൂ. 4 എണ്ണം എഴുതിയാൽ 4 നോക്കുമെങ്കിലും ഏറ്റവും മാർക്ക് കൂടുതലുള്ള 6 മാർക്കിലെ ഏറ്റവും മാർക്ക് കൂടുതലുള്ള 3 എണ്ണം എടുക്കും. അവിടെ നിങ്ങൾക്ക് തേർഡ് സെക്ഷനിൽ 18. ഓക്കെ, അപ്പൊ ഇതെല്ലാം കൂടെ പ്ലസ് ചെയ്യുമ്പോൾ നമുക്ക് 60 മാർക്കായി. ശരിയല്ലേ? 18, 36, 24, 60. ഓക്കെ ആണല്ലോ? അപ്പൊ എല്ലാവർക്കും 80 ചോദിക്കും, 60 മാർക്ക് ഫുൾ മാർക്ക്. ഓക്കെ, അപ്പൊ 20 മാർക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് പഠിക്കാതെ എന്ന് പറഞ്ഞാൽ കുഴപ്പമുണ്ടെങ്കിലും പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ല ഒരു ഫുൾ മാർക്ക് കിട്ടാൻ. ഇങ്ങനെയാണ് ഇതിന്റെ കാര്യങ്ങൾ. കൃത്യമായിട്ട് ഏകദേശമൊക്കെ മനസ്സിലായല്ലോ? ഒറ്റ ഷോട്ട് നിങ്ങൾക്ക് കൃത്യമായിട്ട് നോക്കാൻ പറ്റും. ഇതൊക്കെ എടുത്ത് ഫോട്ടോ എടുത്ത് വെച്ച് അല്ലെങ്കിൽ ഒരു ചെറിയൊരു കോപ്പി എടുത്ത് വെച്ച് നിങ്ങളുടെ റൂമിൽ സൂക്ഷിക്കണം. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പഠിക്കാനിരിക്കുമ്പോൾ ആ ചാപ്റ്ററിനെ നോക്കി എത്ര മാർക്ക് ഉണ്ട് എന്നൊക്കെ അറിഞ്ഞ് നമുക്കൊരു ധാരണ കിട്ടും, ഒരു ഐഡിയ കിട്ടും. അങ്ങനെ ആകുമ്പോൾ പഠിക്കാൻ ഇച്ചിരി ഈസി ആയിരിക്കും. ഓക്കെ, ഈ കാര്യങ്ങളെല്ലാം നമുക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും, ഇങ്ങനെ പട്ടുപട്ടിയായിട്ട് വന്നുകൊണ്ടിരിക്കും നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളെല്ലാം. അപ്പോൾ ഇത് മാക്സിമം പ്രയോജനപ്പെടുന്നതാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക, എല്ലാവരും ലൈക്ക് ചെയ്യുക. പിന്നെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന്റെ എണ്ണം 1 ലാഖിനടുത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. ഓക്കെ, നമുക്ക് പിന്നെ അങ്ങനെ 1 ലാഖ് ആകാൻ വേണ്ടിയുള്ള ഒരു അമിത ആവശ്യമൊന്നുമില്ല. അത് കറക്റ്റായിട്ട് അത് ഗ്രാജുവലായിട്ട് കൂടുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ കൂടെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക. ഓക്കെ, അല്ലാതെ എനിക്ക് 1 ലാഖ് കിട്ടുക എന്ന് പറഞ്ഞുകൊണ്ട് വലിയ അങ്ങനെയൊന്നുമില്ല. അതൊക്കെ അതിന്റെ സമയത്തിന് വരും. സമയത്തിന് അങ്ങനെ കറക്റ്റായിട്ട് വരുന്നത് നന്നായിരിക്കും. നമുക്ക് അത്രേ ഉള്ളൂ കേട്ടോ. എന്നാലും നിങ്ങൾ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ടെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് ഇതെന്നെ ഒന്ന് കേട്ടോ, നിങ്ങൾക്ക് ഈ ചാനലിൽ എല്ലാവരും എത്തിക്കുക. പ്രയോജനമുള്ളതായതുകൊണ്ട് എന്ന് തോന്നുന്നെങ്കിൽ മാത്രം. ഓക്കെ, എല്ലാവർക്കും പഠിക്കാനുള്ള മനസ്സുണ്ടാവട്ടെ. ഞാൻ ഒന്നുകൂടെ ഒന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഗുഡ് ബൈ.